എല്ലാവർക്കും നമസ്കാരം. മറിയം സിനിമയുടെ ബാനറിൽ സജി കെ ഏരിയസ് നിർമ്മിച്ച കല്യാണമരം എന്ന സിനിമയുടെ സംവിധായകൻ രാജേഷ് മനോഹരിയാണ് ഞാൻ. ഈ വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത്, ഈ വരുന്ന മാർച്ച് 27-ന് ഞങ്ങളുടെ സിനിമ പ്രേക്ഷകർക്ക് സമർപ്പിക്കുകയാണ്, തിയേറ്ററുകളിലെത്തുകയാണ്. ഈ വിവരം ഞങ്ങൾ നിങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ലോകത്ത് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രമാത്രം സങ്കീർണമായ യുദ്ധഭീതി നിറഞ്ഞ ഒരു കാലഘട്ടമാണിത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്നത് വളരെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്കിലും എൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ സജി സാർ പറഞ്ഞത്, നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മലയാള സിനിമ അല്ലെങ്കിൽ ലോക സിനിമ തന്നെ മുന്നേറിക്കൊണ്ടിരുന്നത്. അപ്പം ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഒരു കഴിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്, മനുഷ്യ സഹജമായ ഒരു വാസനയാണ്. അപ്പം നമ്മൾ എല്ലാ പ്രശ്നങ്ങളും ഒതുക്കിയിട്ട് ഒരു കാര്യം ചെയ്യാൻ കാത്തിരിക്കേണ്ട, നമുക്ക് ഇത് റിലീസ് ചെയ്യാം. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് സ്വാഭാവികമായി പ്രേക്ഷകർക്കും ഉണ്ടാവും. പ്രേക്ഷകർ ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിശ്ചലമാക്കി വെച്ചു കഴിഞ്ഞാൽ ലോകം തന്നെ നിശ്ചലമായി പോകും. അതുകൊണ്ട് മനുഷ്യർക്കിപ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകർക്കിപ്പോൾ അത് ആവശ്യമാണ്. നമ്മൾ അങ്ങനെ കലാസൃഷ്ടികൾ നമ്മൾ മൂടിവെക്കാൻ പാടില്ല, അത് സമയോചിതമായി തന്നെ പുറത്തുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പടം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് ഇറക്കി വിടുവാൻ തയ്യാറായിരുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇത് വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ് എന്ന് തന്നെ ഞാൻ തുറന്ന് പറയുകയാണ്. ഇതിനകത്ത് വളരെ അധികം എന്റർടൈൻമെന്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ആസ്വദിക്കാനുള്ള, പ്രായഭേദമന്യേ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന താരങ്ങൾ, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ എൻ്റെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് എനിക്ക് വിളിക്കാവുന്ന എൻ്റെ അഭിനേതാക്കൾ തന്നെയാണ്. കാരണം ഈ കഥാപാത്രം എന്താണോ ആവശ്യപ്പെട്ടത്, എൻ്റെ സിനിമയിലെ കഥാപാത്രം എന്താണോ ആവശ്യപ്പെട്ടത്, അത് കൃത്യമായ അളവിലോ അതിൽ കൂടുതലോ എനിക്ക് സമ്മാനിച്ച നടന്മാരാണ് എന്നോടൊപ്പം ഇന്ന് വേദിയിലുള്ളത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് കാര്യത്തിൽ. കാരണം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തെ എത്രമാത്രം അനുയോജ്യമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു എന്നുള്ളതാണ് ആ നടനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എൻ്റെ ആ ഒരു സന്തോഷം ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ്. അപ്പം എസ്പെഷ്യലി ധ്യാൻജിയുടെ പ്രസൻസ് ഈ സിനിമയെ വളരെയധികം ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ധ്യാൻജി തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണോ ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയേണ്ട കാര്യമല്ല, അത് ധ്യാൻജി പറയേണ്ട കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻജി ഒരുപക്ഷെ ഒരു ചൂട് മാറിയോ എന്ന് വരെ എനിക്ക് തോന്നിപ്പിച്ച ഒരു കഥാപാത്രമാണ്. ഞാൻ ഈ കഥ പറയുമ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, കേട്ടിട്ട് ഇത് ഇത്രയും ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. കാരണം ഒരുപക്ഷെ ഏറ്റവും കുറച്ച് സീനുകൾ ഒരു ദിവസം ഷൂട്ട് ചെയ്യിപ്പിച്ചത് ഞാനായിരിക്കുമെന്ന് തോന്നുന്നു. അത്രമാത്രം കോപ്പറേറ്റ് ചെയ്ത് എന്നോട് സഹകരിച്ചിട്ടുണ്ട്. അതും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനിച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണെന്നാണല്ലോ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ധാരണ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന പോലെ നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായി എത്തിച്ചേരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞങ്ങൾ അന്നേരം പ്രിപ്പയർഡ് അല്ലായിരുന്നു, അത് തന്നെ കാര്യം. അപ്പം പ്രിപ്പയർ ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം ലാപ്സ് ആകാതെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് വരികയും കൃത്യസമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ പോവുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സഹകരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക് യു വെരി മച്ച്. ആ കഥാപാത്രം എത്രമാത്രം ഞങ്ങളുടെ സിനിമയുമായിട്ട് ഇഴുകിച്ചേർന്നിട്ടുണ്ട്, ഞങ്ങളുടെ സിനിമ കുടുംബവുമായിട്ട് ഇഴുകിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. കാരണം കഥ നമ്മൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഇത് കഥ പറയാൻ എനിക്ക് പറ്റില്ല. എന്തെങ്കിലും ഒരു തട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണ്ട എന്ന് കരുതിയത് തന്നെയാണ് ഞാനത് പറയാതിരിക്കുന്നത്. അപ്പം ആതിര പട്ടേൽ ഒരുപക്ഷെ ഈ ഞങ്ങളുടെ ലൊക്കേഷനിൽ വന്നിട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ലായിരുന്നു ആതിര പട്ടേൽ. കാരണം ആതിര പറയുന്നത് ഇത് ഞങ്ങളുടെ വീടാണ്, എന്റെ വീട് ഇതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആതിരയ്ക്ക്. അപ്പൊ പോകാൻ വളരെ മടിയായിരുന്നു അല്ലെ. ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലും നമ്മുടെ ഒപ്പം വന്ന കൂടി വെറുതെ വന്നിരിക്കുമായിരുന്നു. പിന്നെ പ്രശാന്തിയുടെ വീടിനടുത്തായിരുന്നു ഷൂട്ടിങ്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി ചെയ്യുമായിരുന്നു. എന്നാൽ വളരെ രസകരമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു.
അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ ഞാൻ ആദ്യം പറയേണ്ട കാര്യം ഞാൻ ദേവനന്ദയുടെ ആയിരുന്നു. കാരണം ഒരുപക്ഷെ ഈ സിനിമ ഉണ്ടാവാൻ ഒരു പ്രധാന കാരണം ഞാൻ എന്റെ പ്രൊഡ്യൂസറായ ശ്രീ സജി കെ ഏരിയസ് സാറിന്റെ അടുത്ത് ഒരു ലൊക്കേഷൻ ചോദിച്ചു പോയതാണ്. അദ്ദേഹം ആ ലൊക്കേഷൻ തരാമെന്ന് പറയുന്നതോടൊപ്പം ഇതിന്റെ കഥ എന്താണെന്ന് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആ കഥ പറയുകയും ആ കഥയിൽ അദ്ദേഹം ആ വളരെയധികം മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം ഇത് എത്ര രൂപ ബഡ്ജറ്റിൽ ഇത് തീർക്കാൻ പറ്റും എന്നോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ഒരു ബഡ്ജറ്റ് പറയുകയും അത് അദ്ദേഹം ചെയ്യാൻ ഏറ്റെടുക്കുകയുമായിരുന്നു. അപ്പം അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രൊജക്ട് സംഭവിക്കില്ലായിരുന്നു. ഞങ്ങൾ പല രീതിയിൽ പ്ലാൻ ചെയ്തെങ്കിലും അതൊന്നും വർക്കൗട്ട് ആയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹമാണ് ഈ സിനിമയുടെ എല്ലാത്തിനും കാരണക്കാരനായ പ്രധാനപ്പെട്ട ആ വ്യക്തി. ഞാൻ സാറിനോട് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പം ദേവനന്ദ, അതിനുശേഷമാണ് ഞാൻ ദേവനന്ദയെ വിളിക്കുന്നത്. ദേവനന്ദ ഈ ക്യാരക്ടർ ചെയ്താൽ മാത്രമേ ഈ സിനിമ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു. എന്റെ പ്രിയ സുഹൃത്തായിരുന്ന ശ്രീ ഉല്ലാസ് ജി എന്നോട് പറഞ്ഞു, ഈ സിനിമ നമുക്ക് ആ കുട്ടിയെ ഡേറ്റ് എടുക്കുക, നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുക, എങ്കിൽ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. ഒരുപാട് നാളുകൾക്ക് ശേഷം കുറെ നല്ല ആൾക്കാരുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഷാജി അല്ല, അത് നല്ല സിനിമയ്ക്കപ്പുറം നല്ല ആൾക്കാരുടെ സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം നമ്മൾ നല്ല ആൾക്കാർ എന്ന് പറയുമ്പോൾ സിനിമയിൽ നല്ല ആൾക്കാരില്ല എന്നല്ല, വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ ചേട്ടൻ എന്നോട് കഥ പറയുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും ദിവസത്തിൽ നമ്മൾ തീർക്കും, അത്രയും ദിവസം എടുത്തുള്ളൂ. എൻ്റെ വീടിനടുത്ത് തന്നെ ഷൂട്ട്. പല കാരണങ്ങളുണ്ട് എനിക്ക് ഇത് സഹകരിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊട്ടപ്പുറത്താണ്, എനിക്ക് വന്നു പോകേണ്ട ദൂരം ഉണ്ടായിരുന്നു. ഒരു സ്കൂളിൽ, അതൊരു സ്കൂൾ മാഷായിട്ട് ഇത്രയും സുഖമുള്ള, അല്ലെങ്കിൽ ഇത്രയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് അതും ദേവനന്ദയുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം അത് വളരെ പ്രൊഫഷണൽ ആയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ എന്നോടൊരു വാക്ക് പോലും സെറ്റിൽ സംസാരിച്ചില്ല, അല്ലെ? എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാലേ ഉള്ളൂ. അപ്പൊ ഞാൻ ദേവനന്ദയുടെ പല ഇന്റർവ്യൂകൾ കണ്ടിട്ട് ഞാൻ പ്രായത്തിൽ ദേവനന്ദ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് ഞാൻ എന്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് ഇതുപോലൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ ചിന്തിച്ച് ഉറങ്ങാതൊക്കെ ഇരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് ആ സമയത്ത് ഇത്രയും പക്വത ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എനിക്ക് അങ്ങനെ ആവണമായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ദേവനന്ദയെ കാണാൻ പറ്റിയപ്പോ ദേവനന്ദയെ കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടാണ് ഓർമ്മയുണ്ട്, പലപ്പോഴും ഞാൻ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ദേവനന്ദ ഈ ക്യാരക്ടറായിരിക്കുക. അപ്പൊ ഞാൻ പലപ്പോഴും ഈ സീനിനകത്ത് തന്നെ ദേവനന്ദ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ പോയി, അല്ലെങ്കിൽ ദേവനന്ദ പല പല സാഹചര്യങ്ങൾ വെക്കുമ്പോഴൊക്കെ ഞാനാണ് അങ്ങോട്ട് പോയി സംസാരിക്കുന്നതും അങ്ങോട്ട് പോയിട്ട് മോളെന്താ മാറി നിൽക്കുന്നതൊക്കെ ചോദിക്കുന്നത്. ആ അവസ്ഥയായിരുന്നു ഈ സീൻ കട്ട് ചെയ്തതിനു ശേഷം പലപ്പോഴും ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കേണ്ടി വരും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മോള് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ പിടിച്ച് അതിനകത്ത് തന്നെ ജീവിക്കായിരുന്നു തോന്നി. അപ്പൊ അതൊരു വലിയ സന്തോഷം. കാര്യമായിട്ട് പറഞ്ഞോ, തമാശൊന്നുമല്ല കാര്യം. പിന്നെ സാറിന്റെ സ്കൂളിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോ ആ സ്കൂള് അടുത്ത് ഞാൻ അതിനെ തൊട്ട് മുന്നേ പ്രിൻസൺ ഫാമിലി സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ കാലത്തിന് ശേഷം ഒരു സ്കൂൾ അങ്കണത്തിൽ ഒരു സിനിമ ഷൂട്ട്, അതൊക്കെ ഒരു ഭയങ്കര രസമുള്ള, അല്ലെങ്കിൽ നല്ലൊരു ഓർമ്മയായിരുന്നു. ആ ചുരുക്കം ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു, പാലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെയും ഒരു ഭയങ്കര രസമുള്ള ഒരു വീട്, ആ വീട്ടിലായിരുന്നു ഷൂട്ട്. എനിക്ക് അവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തന്നെ ഇതായി അല്ലെ, ഒരു ദിവസം അവിടെ തന്നെ കിടക്കുകയായിരുന്നു. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ, കുറേ നല്ല ആൾക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ നല്ല ദിവസത്തെ കുറെ, ആക്ച്വലി ആ ദിവസങ്ങളിലെ ചുരുങ്ങിയ ദിവസങ്ങളിൽ കുറെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു ചെറിയ കുഞ്ഞു സിനിമയാണിത്. എന്റെ കഥയോ അതിന്റെ പശ്ചാത്തലമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കുഞ്ഞു കഥയാണ്. അപ്പോൾ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഈ സിനിമ മാർച്ച് 27 തിയേറ്ററിലെത്തുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒരുപാട് സന്തോഷം.
ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയതിൽ ഒത്തിരി നന്ദിയുണ്ട്. കാരണം നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് നമ്മുടെ സിനിമ ഒരു ഫുൾ ഫാമിലിയാണ്. കാരണം നിങ്ങളെല്ലാവരും നമ്മുടെ ഫാമിലിയിലൊരു ഭാഗമാണ്. അപ്പൊ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു മൂവിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇത്രയും അടുപ്പം ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു നമ്മുടെ സെറ്റില്. ഇപ്പൊ മീരാൻറ്റി ആണെങ്കിലും പാപ്പു ചേച്ചി ആണെങ്കിലും നമ്മളെല്ലാരും നമ്മുടെ ആ റോൾ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എത്ര അടുപ്പമുണ്ടോ അത്രയും അടുപ്പമായിരുന്നു നമ്മൾ ഓഫ് സ്ക്രീനിലും. ഞങ്ങള് എപ്പോഴും ഒന്നിച്ചുണ്ടാകും, ഞങ്ങള് ഓരോ ഗെയിംസ് കളിക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ മൂവി ചെയ്യുമ്പോഴും ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. കാരണം ആ ബോണ്ട് നമ്മൾ ഓഫ് സ്ക്രീനിൽ അത് ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് ഇത്രയും നല്ല ഒരു മൂവിയുടെ ഭാഗമായിട്ട് ഇവരെല്ലാവരും കൂടെ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. ഇപ്പൊ തിരിഞ്ഞു നോക്കിയ ഒത്തിരി ഒത്തിരി നല്ല നമ്മള് ചെയ്ത കാര്യങ്ങളുണ്ട്. അതുപോലെ ധ്യാൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ സംസാരിച്ചില്ലാതെ. ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്. ചേട്ടൻ ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇന്റർവ്യൂവിൽ. പക്ഷെ ചേട്ടൻ സെറ്റ് വന്നപ്പോൾ ഞാൻ അറിയുന്നത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര പ്രൊഫഷണലാ ചേട്ടൻ. ഓൺ ടൈം എത്തും, എല്ലാം കൃത്യം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യം എനിക്ക് അതിശയായി, എന്ത് പ്രൊഫഷണൽ ആണെന്നറിയോ. അപ്പം ചേട്ടന്റെ കൂടെ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും അത്രയും പ്രൊഫഷണലിസം കാണിക്കണം, നമ്മളും അത്രയും ഇൻപുട്ട് ഇടണം. ചേട്ടന്റെ കൂടെ ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് എല്ലാം കാണുന്നതാണ്. അപ്പൊ എനിക്ക് ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട്, ഞാൻ കുറെ റോൾസ് ഉണ്ട് ചേട്ടൻ എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് ചേട്ടന്റെ ഓരോ വർക്ക്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവീസ് ആണ്. അപ്പൊ ചേട്ടനെ നേരി കണ്ടപ്പോ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസസിന്റെ കൂടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാനും കരുതുന്നത്. ഇപ്പം പുതിയൊരു ചിത്രം ഇറങ്ങാൻ പോവാണ്. അത് ഇപ്പം ഇതിന്റെ പ്രോസസ് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. നമ്മളിപ്പം നോർമലി ഇപ്പം ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് മിക്ക സിനിമകൾ ഇറങ്ങുമ്പോൾ കാണാറുണ്ട്. പക്ഷെ ഇതിലൊരു എന്താ പറയുക, ഇച്ചിരി നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നാട്ടുപുറം അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനത്തെ ഒരു ആ ഒരു ജോണുള്ള ചിത്രങ്ങൾ ഇറക്കുന്നത് വളരെ കുറവാണ്. ഈ ചിത്രം സ്റ്റോറി ആയിട്ട് വളരെ യുണീക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഏജ് ഉള്ളവരുടെ കൂടെ പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടനും കൂടെ ഭയങ്കര പ്രൊഫഷണലാണെന്ന് അറിയില്ല. അപ്പം ധ്യാൻ ചേട്ടൻ ഒരു അധ്യാപകൻ ആണെന്നാണ് തോന്നുന്നത് പോസ്റ്റർ കണ്ടിട്ട്. എങ്ങനെയുണ്ട് ധ്യാൻ ചേട്ടൻ അറിവ്? പറഞ്ഞിരുന്നു, ചേട്ടൻ പറഞ്ഞു. ഇത് എന്തായാലും ഒരു വ്യത്യസ്ത ടൈപ്പ് ക്യാരക്ടറാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. മൂവി കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനും എപ്പോഴും എന്തെങ്കിലും കണ്ട ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെ. ഞാൻ ചെയ്ത കുറെ ക്യാരക്ടേഴ്സ് വന്നത് ക്യൂരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ ഈ ക്യാരക്ടറും ആ ഒരു എലിമെന്റ് ഉള്ളപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ ധ്യാൻ ചേട്ടന്റെ കൂടെ എനിക്ക് കുറച്ച് സീൻസേ കിട്ടിയുള്ളൂ, പക്ഷെ എല്ലാം നല്ല സീൻസ് ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണ് സ്കൂൾ. അപ്പോൾ ആ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണ് ഒരു സാറും കുട്ടികളും തമ്മിലുള്ള ബോണ്ട്, അതെല്ലാം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ ഈ മൂവി ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലിക്ക് വന്ന് എന്തായാലും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത് ആ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ആ വീട്ടില് ആ വീട്ടുകാരുടെ കഥ, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരുടെ കഥ, അവരിൽ എന്താണ് നടക്കുന്നത്, ഒരു ഇഷ്യൂ വരുമ്പോൾ അവരെങ്ങനെ ഓരോരുത്തരും എങ്ങനെ അത് ഫേസ് ചെയ്യുന്നു, അതൊക്കെ ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം. വെറുതെ പുസ്തകം വായിച്ചു പഠിക്കുന്നതല്ല പഠനം. എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ ഇതിനു മുമ്പ് സ്ഥാനാർത്ഥി ശ്രീകൂടം ഒരു ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സിനിമ കൊണ്ട് മാറിയ ഒരുപാട് കാര്യമുണ്ട്. അതായത് ഹസ്തി വരുന്നതല്ല, അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളല്ല ഒരാളെ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാവി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ എന്താണ് പ്രേക്ഷകർ നൽകുക? അത്തരം കാര്യങ്ങളിലോട്ടൊന്നും അതൊന്നുമല്ല ഇതിന്റെ കഥയും അതിന്റെ കഥാപശ്ചാത്തലമൊന്നും. അതെല്ലാം കുറച്ചുകൂടെ ഒന്നും ഞാൻ നാട്ടിൽ പഠിച്ചിട്ടില്ല. ഇവിടെ
അപ്പൊ എനിക്ക് ഇപ്പോഴും അന്ത കാലത്തുള്ള സിലബസും ഇതൊക്കെ തന്നെയല്ലേ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. മാറുന്നുണ്ടോ? ഇടയ്ക്കൊരു DPP വന്നത് ഓർമ്മയുണ്ട് എനിക്ക്. അതല്ലാതെ പിന്നെയുള്ള ഞാൻ പഠിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ പാഠ്യപദ്ധതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ജ്ഞാനമില്ല. ഒന്ന് ഇപ്പോഴാണെങ്കിൽ ഒരുപാട് വന്നു, പക്ഷേ CBSE, IB, ICSE, പിന്നെ കേംബ്രിഡ്ജ്, ഇതൊക്കെ കുറേ സിലബസ് ഉണ്ട് ഇപ്പോൾ. അപ്പൊ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പൊ സാറിന് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റും. ബിക്കോസ് സാർ ഒരു സ്കൂള് റൺ ചെയ്യുന്നതാണ്, സ്കൂളിന്റെ ചെയർമാനും കൂടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഈ സിനിമയിലൂടെ നമ്മൾ എന്തായാലും ചർച്ച ചെയ്യുന്നില്ല. അതിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നുമല്ല ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. സിനിമ ടൈറ്റിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഒരു കഥയും അതിന്റെ ഒരു പരിപാടിയൊക്കെ. അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ സിനിമ എന്താണെന്ന് മനസ്സിലാവും. ക്യാരക്ടർ ദേവനന്ദ പഠിക്കുന്ന സ്കൂളിലെ മാഷ്, അപ്പുറത്തേക്ക് അല്ലേ, ദേവനന്ദ ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഞാൻ മാഷായിട്ട് അവിടെ വരാൻ സാധിച്ചിരിക്കും അല്ലേ, അങ്ങനെ വേണം പറയാൻ. അല്ല, ഇതില് സ്കൂളൊന്നും അല്ല പ്രധാന ഏരിയ. ഇത് ഇവരുടെ ഫാമിലിക്കകത്ത് നടക്കുന്ന കുറെ സംഭവങ്ങളും അതിനിടയിൽ വരുന്ന ഒരു ഏരിയയിലാണ് ഞാൻ വരുന്നത്. പ്രധാനമായിട്ടും ഈ കഥ നടക്കുന്നത് ഇവരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു സംഭവം, അതിനിടയിലാണ് മാഷിന്റെ ഒരു ഏരിയ വരുന്നത്. അതിലാണ് മാഷ് സ്കൂൾ മെയിൻ ഏരിയ അല്ല അല്ലേ. അതിൽ ചില ഇടപെടലുകൾ നമ്മളെവിടെയും പോയി ഇടപെടുമല്ലോ, ഓടാണ്ട. അതെ 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 അതെ, അങ്ങനെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ മാഷിന്റെ സഹായത്തോടുകൂടി എല്ലാം നടക്കുന്നുണ്ട് അല്ലേ. ചെറുതായിട്ട് മാറ്റങ്ങൾ ചോദിക്കുന്നുണ്ട്, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒഴിച്ചു കഴിഞ്ഞാൽ മാഷിനെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട വന്നിട്ടില്ല അല്ലെ. കാരണം ഈ ക്യാരക്ടർ ഉറച്ച തീരുമാനമുള്ള ഒരാളായിരുന്നു. അങ്ങനെ അവസാനം പുള്ളിക്കാരിയുടെ ആഗ്രഹം അല്ലെ സാധിക്കുകയാണ്. അയ്യോ, ഞാൻ കഥ ഒക്കെ പറയുന്നുണ്ടോ? എത്രയേ ഉള്ളൂ. ധ്യാൻ ചേട്ടനോടെയും ശ്രീനിവാസൻ ചേട്ടന്റെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. യങ് ടാലന്റിന് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ആ ടാലന്റ് നീയാണെന്നാണോ? ഒരിക്കലുമല്ല. നേരത്തെ കുറെ സ്റ്റോറീസ് ലൈനപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ യങ് ടാലന്റ്സിനെ ഹണ്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് വേട്ടയാടി കൊല്ലും. അങ്ങനെ ഒരുത്തരും ഞാനും ചേട്ടനും അല്ലാതെ ഇവിടെ വേറെ ആരും വേണ്ട. പിന്നെന്താ? അപ്പൊ അതിലുള്ള സ്റ്റോറീസ് ആണ് ഇപ്പൊ ലൈനപ്പായി നിൽക്കുന്നു എന്ന് പറഞ്ഞത്. അതെ അതെ അതെ. ഓ പിന്നെ നിങ്ങൾ എന്തായാലും അതെ അതെ അതെ, കമ്പനിയുടെ പുറത്ത് കുറച്ചധികം പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഒന്ന് വഴിയെ അനൗൺസ് ചെയ്യും. ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്കായിരിക്കും ചാൻസ്. ആദ്യം ഞാനും ചേട്ടനും ഒന്ന് ഇപ്പൊ ഞങ്ങൾ ഡൾ ഫേസാ. ഞങ്ങൾ ആദ്യം ഒന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം യങ് ടാലൻസിനെ ഹണ്ട് ചെയ്ത് കൊണ്ടു നിർത്തും. അതുവരെ അവിടെ കിടക്കട്ടെ. വിഷു ഇതിനെ സിനിമ എഴുത്തിലേക്കൊക്കെ കടന്നു കേൾക്കുന്നു. ചോദിക്കൂ, ദേവനോട് ചോദിക്കുന്നത് നല്ല ചോദ്യം ചോദിക്കും. ഗന്ധർവഗായകന്റെ